ഹേ ഗായ്സ്, അങ്ങനെ വീക്കെൻഡ് പണിയെടുത്ത് തളർന്നൊരു വഴിയായിരിക്കുന്ന സമയത്താണ് FIL ചോദിക്കുന്നത് പുറത്തുനിന്ന് ഫുഡ് വാങ്ങിയാലോ എന്ന്. കേൾക്കേണ്ട താമസം ഞാൻ ഫോണും എടുത്തുകൊണ്ട് ഓടി. ഞാൻ വിചാരിച്ചൊരു ഗെറ്റ് റെഡി വിത്ത് മീ ഷൂട്ട് ചെയ്യാമെന്ന്. എന്നാൽ എൻ്റെ ഹസ്ബൻഡോ, ഞാൻ ഫോൺ എടുത്ത് റൂമിലെത്തിയപ്പോഴേക്കും ആൾ റെഡിയായി. എന്നോടൊരു ക്വസ്റ്റ്യനും, നീ ഇതുവരെ റെഡിയായില്ലേ? ഫുഡ് വാങ്ങാനായി പോകാനുള്ള ആളുടെ ഓജസ്സും തേജസ്സും ആ ശുഷ്കാന്തിയും പിന്നെ കണ്ണിലെ തിളക്കവും കണ്ട് ഞാൻ എൻ്റെ ഫോൺ എടുത്ത് ദൂരെ എറിഞ്ഞ് ഞാനും ഇറങ്ങി ഓടി. അങ്ങനെ നമ്മളിതാ എത്തിയിരിക്കുകയാണ് നമ്മളുടെ തുറന്ന വീട്, അതായത് ട്രിവാൻഡ്രത്തിൻ്റെ സ്വന്തം ഓപ്പൺ ഹൗസ് റെസ്റ്റോറൻറ്റിൽ. ഇന്നിവിടെ റെസ്റ്റോറൻറ്റിൽ ഇതൊക്കെയാണ് ഐറ്റംസ് ഉള്ളത്. റെസ്റ്റോറൻറ്റിൽ നല്ല തിരക്കുണ്ടായിരുന്നു. ഞാൻ നിൽക്കുന്നതിൻ്റെ പുറകെ ഒരുപാട് ആൾക്കാർ വെയിറ്റിംഗ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ കയറിയിരുന്നു. എന്നിട്ട് ഇതാണ് അവിടുത്തെ ഇൻറ്റീരിയർ. പിന്നെ ഞങ്ങളൊരു കേക്ക് വാങ്ങിച്ചു. പേസ്ട്രി എന്നൊന്നും പറയാനില്ല, സാധാരണ ഒരു കേക്ക്. അത് പ്ലാസ്റ്റിക്കിലൊക്കെ പൊതിഞ്ഞിട്ടായിരുന്നു തന്നത്. ഞങ്ങൾ ആ കേക്ക് കട്ട് ചെയ്തു. എന്നിട്ട് ഞാൻ ആ കേക്ക് കഴിക്കാനായിട്ടുള്ള ശ്രമം തുടങ്ങി. ഞാൻ എത്ര ട്രൈ ചെയ്തിട്ടും അതെനിക്ക് സ്പൂണിനകത്തോട്ടേക്ക് വയ്ക്കാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ ക്യാമറ ഓഫ് ചെയ്തിട്ട് അതിനെ സ്പൂണിൽ വെച്ചിട്ട് ഞാനത് കഴിച്ചു. അപ്പോഴും കുറച്ച് താഴെ പോയി. എന്ത് ചെയ്യാനാ വിധി. കേക്ക് ഫിനിഷ് ചെയ്ത് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി. ഓപ്പൺ ഹൗസിൽ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ എപ്പോഴും നീന്തൽ അറിഞ്ഞിരിക്കണം. കാരണം ഓപ്പൺ ഹൗസിൻ്റെ തൊട്ട് വെളിയിൽ കടലുണ്ട്. ഞങ്ങൾ പാഴ്സലും വാങ്ങി അങ്ങനെ ഓടി വീടെത്തി. അതിൽ നല്ല ചൂട് പൊറോട്ട ഉണ്ടായിരുന്നു. നല്ല സോഫ്റ്റ് ടേസ്റ്റി പൊറോട്ട ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വാങ്ങിയതാണ് ചില്ലി ചിക്കൻ. ചില്ലി ചിക്കൻ അവിടുത്തെ വൺ ഓഫ് ദ മോസ്റ്റ് ബെസ്റ്റ് സെല്ലറായിട്ടുള്ളൊരു ഐറ്റമാണ്. ഇതാണ് ചില്ലി ചിക്കൻ. പിന്നെ അടുത്ത ഐറ്റം എൻ്റെ ഫേവറേറ്റ് കടായി പനീർ. ഞാൻ 2020 ഓപ്പൺ ഹൗസ് പരിചയപ്പെടുന്നത്. ഈവൻ തോ അത് 1980s തുടങ്ങിയ ഒരു റെസ്റ്റോറൻ്റ് ആണെങ്കിലും അന്ന് തൊട്ട് 2020 തൊട്ട് അവിടുത്തെ കടായി പനീറിൻ്റെ ആളാണ് ഞാൻ. അപ്പോൾ ഞാൻ കഴിച്ചത് ചപ്പാത്തിയും കടായി പനീറുമാണ്. ഞാൻ ചിക്കൻ കഴിക്കാറില്ല. അങ്ങനെ ഞാൻ കുറച്ച് ചപ്പാത്തി മുറിച്ച് ആദ്യം തന്നെ ഒരു പനീറിൻ്റെ പീസ് എടുത്ത് കുറച്ച് കട്ട് ചെയ്ത് ചപ്പാത്തിയും പനീറും കൂടെ ഒരുമിച്ചുള്ള ഒരു സെറ്റ് കഴിച്ചു. നല്ല സോഫ്റ്റ് പനീറായിരുന്നു, നല്ല ക്രീമി ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല സൂപ്പർ കടായി പനീറായിരുന്നു. പിന്നെ അടുത്തതായിട്ട് ഞാൻ ക്യാപ്സിക്കമാണ് കഴിച്ചത്. കടായി പനീർ എന്ന് പറയുമ്പോൾ ഒരു ക്യാപ്സിക്കം, അണിയൻ എല്ലാം വരും. അടുത്തത് ക്യാപ്സിക്കമായിരുന്നു കഴിച്ചത്. എനിക്ക് പനീർ വെറുതെ കഴിക്കാനും ഇഷ്ടമാണ്, അതുകൊണ്ട് വെറും പനീർ പീസും കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞ് വീക്കെൻഡ് ആയതുകൊണ്ട് ഞങ്ങളൊരു മൂവി കണ്ടു. ഗഗനചാരി മൂവിയായിരുന്നു. എനിക്ക് മൂവി ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ മൂവിയുടെ ഹാങ് ഓവർ മാറാനായിട്ട് ഞങ്ങൾ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റും കഴിച്ചു, കുറച്ച് റീൽസും കണ്ടു, എന്നിട്ട് കിടന്നുറങ്ങി. ഓക്കെ, ബൈ.